Dear students, let us come to the fifth module, cost sheet. And cost sheet is a statement prepared to show the different elements of cost. It may be defined as the detailed statement of the element of cost incurred in production, arranged in a logical order under different heads such as material, labor, and overhead, prepared at short intervals of time. കോസ്റ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴോ അധികമായിട്ട് അതിന് എത്ര കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകാവുന്ന കോസ്റ്റുകളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഹെഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കോസ്റ്റ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് അത് റോ മെറ്റീരിയലിൽ നിന്നും കൺവേർട്ട് ചെയ്ത് ഒരു ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്നോളം വരെ ഉള്ള ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകാവുന്ന കോസ്റ്റിനെ വിവിധ ഹെഡുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലോജിക്കായിട്ട് നമ്മൾ കോസ്റ്റിനെ ഓരോ ഹെഡ് വൈസ് നമ്മളെന്താണ് അലോക്കേറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കോസ്റ്റ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ് കോസ്റ്റ് ഷീറ്റ്, ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്സ് എന്താണ്, ഒരു കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഇൻക്വേർഡ് ഇൻ എ പ്രൊഡക്ഷൻ ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ ആൻഡ് ഡിഫറെൻറ്റ് ഹെഡ്സ് സച്ച് ആസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് പ്രിപ്പയർഡ് അറ്റ് ഷോർട്ട് ഇൻ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാകാവുന്ന കോസ്റ്റുകളെ വിവിധ ഹെഡുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തി ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്താ പറയുന്നത് കോസ്റ്റ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ the importance of cost sheet. Then first one, it discloses the total cost and the cost per unit of the goods produced. ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കൃത്യമായിട്ടും അത് വെളിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു യൂണിറ്റ് എത്ര കോസ്റ്റ് ചിലവായി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് എനേബിൾസ് എ മാനുഫാക്ചറർ ടു കീപ്പ് എ ക്ലോസ് വാച്ച് ആൻഡ് കൺട്രോൾ ഓവർ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അധികമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഫിക്സിങ് ദി സെല്ലിംഗ് പ്രൈസ് മോർ അക്യുറേറ്റ്ലി. ഒരു പ്രോഡക്റ്റിൻ്റെ എത്ര കോസ്റ്റ് ഇൻക്വയർ ചെയ്ത് അതിനാനുപാതികമായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെൻ ദർ ഇസ് എ കട്ട് ത്രൂട്ട് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കതിന് ആ കോമ്പറ്റീഷനെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ബൈ പ്രൊവൈഡിങ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കറണ്ട് കോസ്റ്റ് വിത്ത് ദ പാസ്റ്റ് റിസൾട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് വേരിയേഷൻ in cost and to eliminate the adverse factors condition which go to increase in the total cost. കോസ്റ്റ് കമ്പാരിസൺ നടത്താൻ സാധിക്കും. അതായത് കറണ്ട് ട്രെൻഡിനെയും പാസ്റ്റ് ട്രെൻഡിനെയും വെച്ച് നമുക്ക് കോസ്റ്റ് കമ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ വേരിയേഷൻസിനും അതിൻ്റെ ഒരു കാരണങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് മാൻ ടു സബ്മിറ്റ് കൊട്ടേഷൻ വിത്ത് റീസണബിൾ ഡിഗ്രി ഓഫ് അക്യുറസി എഗൻസ്റ്റ് ടെൻഡേഴ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓക്കെ, ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം അവർക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻസൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും എന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ടെൻഡറുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദി ടോപ്പിക് കമ്പോണൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. And the cost sheet mainly preparing different components and the cost of product comprises different components such as direct material, direct labor and overhead. All the elements that are presented through the cost sheet are the components of cost sheet. ഒരു കോസ്റ്റ് ഷീറ്റിനെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിനെ പ്രധാനമായിട്ടും പല കമ്പോണൻസ് ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കാറ്റഗറൈസ് ചെയ്താണ് ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നത്. പ്രധാനമായിട്ടും ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതോടൊപ്പം തന്നെ ഓവർ ഹെഡ്, ഇങ്ങനെ പല കാറ്റഗറീസ് വൈസിൽ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ
ഇതിനെ നമുക്ക് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ദാറ്റ് പ്രൈം കോസ്റ്റ്. Then according to CMA London define the prime cost as the total cost of direct material, direct labor and direct expenses. The prime cost simply means the sum total of the direct material and direct labor and direct expense. ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെയും ഡയറക്റ്റ് ലേബേഴ്സിൻ്റെയും ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും സം ടോട്ടലുകളെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഒരു പ്രോഡക്റ്റിന് വേണ്ടി എനിക്കൊരു അയക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെയും ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ഡയറക്റ്റ് ലേബറിൻ്റെയും ആകെത്തുകയെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, പ്രൈം കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. And the prime cost involves mainly three elements. Already we are discussing the direct material cost, direct labor cost and direct expense. Okay. Then the direct material cost are those costs which can be directly traced or identified in the product or job or cost center or cost unit. നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്, ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൽ നിന്നോ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിൽ ആയിരിക്കുന്ന നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽ കോസ്റ്റുകളെയും നമുക്ക് എന്താ സാധിക്കും, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രൈം കോസ്റ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ടിമ്പർ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് വുഡൻ ഫർണിച്ചർ. എന്താ പറയുന്നത്, ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തടിയുടെ അളവ് അതെന്താണ്, നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയലാണ്, നമുക്ക് ഡയറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. Then in direct material cost, then the cost of material is used or material consumed is equal to then opening stock of material plus purchase of materials minus closing stock of material. ഓക്കെ. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ the material consumed is equal to opening stock of material, then add purchase during the year, then deducting closing stock of material. എന്താ പറയുന്നത്, ഓർഗനൈസേഷനിൽ നമ്മൾ കൺസ്യൂം ചെയ്ത മെറ്റീരിയലിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ആഡ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ, ആ ഇയറിൽ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം എന്താണ്, ആ ഒരു എമൗണ്ടിൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 12,000, then purchase of material during the year 34,000, then the closing stock of material 15,000, then the value of material consumed is equal to then opening stock of material plus purchase during the year minus closing stock of material. Here the opening stock of material 12,000, then add purchase of material 34,000, then 12,000 plus 34,000, that is 46,000, then less closing stock of material 15,000, 46,000 minus 15,000, that is the cost of material consumed 31,000. Then the second element in prime cost is that direct labor cost. Okay, the direct labor is the labor which can be distinctly or directly identified to product, job or cost center or cost unit. As we know, the direct labor cost is those costs which can be directly identified a particular product or cost center, the involvement of labors. നമുക്കൊരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലോ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ അത് ഇൻവോൾവ് ആയിരിക്കുന്ന ഡയറക്റ്റേഴ്സ് ലേബേഴ്സിൻ്റെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ വേജസ് പേ ടു കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് എ ഫർണിച്ചർ. എന്താണ്, ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ കാർപ്പൻറ്റർ കൊടുക്കുന്ന വേജസ് ഓക്കെ നമുക്ക് ഡയറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ തേർഡ് എലമെൻറ്റ് ഈസ് ദാറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ്. Then direct expense are those other than the material or labor which can be identified in a specified product or saleable service. എന്താണ്, ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമുക്ക് എന്താ പറയാൻ സാധിക്കും,
ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് മോഡൽ ഡിസൈഡ് ഫോർ സ്റ്റാർട്ടിങ് എ വർക്ക് മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്, ദെൻ റോയൽറ്റി പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്, ഹയർ ചാർജസ് ഓഫ് സ്പെഷ്യൽ ടൂൾസ് ഈസ് ഹയർഡ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റോ ഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റോ അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളെയും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുവാനായിട്ട് സാധിക്കും. Then for example, the stock of raw materials on 1st January 2015 40,000. Then the stock of raw materials on 31st March 2015 60,000. Then the purchase of raw materials during the period 1,50,000. Then paid for direct labor 30,000. Then direct expense 4,000. Then calculating prime cost. Okay, ഇതാണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോബ്ലമാണ്. ആസ് വി നോ, ദ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ സം ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഓൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ്. Here the direct labor cost and direct expense already directly given. Then the direct material cost calculated. Then the direct material cost is calculated is equal to, then material consumed is equal to opening balance of direct material plus purchase during the period minus closing balance of material. Then here the material consumed, the stock of material on 1/1/2015 40,000. Then add purchase of material during the year 1,50,000. Then 40,000 plus 1,50,000 1,90,000. Then less stock of material 31st 3 2015 60,000. Then the material consumed is equal to 1,90,000 minus 60,000. That is, material consumed during the year is that 1,30,000. Then add direct labor cost already given 30,000. Then add direct expense 4,000. The sum total is that prime cost. That means material consumed 1,30,000 plus direct labor cost 30,000 plus direct expense. Then the prime cost is equal to 1,64,000. Then finally, the concept of prime cost is that the sum total of all direct material cost plus all direct labor cost plus all direct expense. Then the second element in cost sheet, components in cost sheet is that factory cost. Okay, the factory cost refers to the cost of indirect material, indirect labor and indirect expense in factory. Or factory cost means ഒരു ഓർഗനൈസേഷനിൽ ഫാക്ടറിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റും എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റും എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളെയും ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെയും എല്ലാ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും സം ടോട്ടലിനെ നമുക്ക് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഹിയർ ദ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ഡ്യൂറിങ് ദി പീരീഡ്. ഓക്കെ, പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന എല്ലാ എക്സ്പെൻസുകളുടെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ലഭിക്കും. ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റ്. Then the factory overhead cost refers to the cost of indirect material, then indirect labor and indirect expense in factory. Then overhead cost incurred in the production process becomes manufacturing overhead or factory overhead cost. Then factory rent, factory insurance, depreciation of machinery, examples of factory overhead. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെയും ആകത്തുകയെ നമുക്ക് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ കോസ്റ്റിനെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ദിസ് ഇസ് ദ സെക്കൻഡ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. ദെൻ ദ തേർഡ് കമ്പോണൻസ് ഇസ് ദാറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Then it can be defined as the cost which arrived by adding office administrative overhead to factory cost. Then the cost of production is equal to factory cost plus office and administrative overhead.
ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഫാക്ടറി കോസ്റ്റിനോടൊപ്പം ആ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂടെ ഫാക്ടറി കോസ്റ്റിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ ഒരു കോസ്റ്റിനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. Then the administrative overhead refers to all costs that are incurred on management, maintenance of accounting records, ഓഫീസ് റെക്കോർഡ്സ് എക്സെട്ര. ഒരു ഓർഗനൈസേഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമുക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് ഫാക്ടറി കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ദ ഫോർത്ത് കമ്പോണൻസ് ഈസ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. Then at the end of accounting period, some quantity of the goods produced may be in stock on unsold goods. The value of goods in stock should be necessarily adjusted to find out the cost of goods sold. Then here the cost of goods sold is equal to cost of production plus cost of opening stock of finished goods minus cost of closing stock of finished goods. Okay. ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അറ്റ് എ ടൈമിൽ തന്നെ വിൽക്കണമെന്നില്ല. അത്തരത്തിൽ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് ൻ്റെ വാല്യൂയും കൂടെ നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുക. ദെൻ അതിൽ നിന്നും എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഫോർ എക്സാമ്പിൾ ദ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 1/1/2015 80,000. ദെൻ ദ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 31/3/2015 90,000. ദെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി പീരീഡ് 2,60,000. Then the cost of goods sold is equal to then the cost of production 2,60,000. Then add opening stock of finished goods here 80,000. Then 2,60,000 plus 80,000 is that 3,40,000. Then less closing stock of finished goods then 90,000. Then 3,40,000 minus 90,000, that is the cost of goods sold is equal to 2,50,000. Then the fifth component is that cost of sales. Then the cost of sales is the sum total of cost of goods sold and and selling and distribution overhead. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകളുടെ കൂട്ടുന്ന ആ ഒരു എമൗണ്ടിനെ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയാനായിട്ട് സാധിക്കും. Then the cost incurred in securing orders, usually including a salesman's salary, commission and traveling expenses. Okay, ഒരു പ്രോഡക്റ്റ് എന്താണ് അത് എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നോടം വരെ അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിലവ് കൂടെ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റിനെ നമുക്ക് എന്ന് പറയാൻ സാധിക്കും കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. Okay, then the last element is that sales, and the sales represent the amount at which the goods are sold, the profit or loss of business depending on the amount of sales and the cost of sales. Then and if the sales exceeding the cost of sales, it is a profit, and if cost of sales exceeds the sales, it will be loss. Okay, and the sales means the represent the amount at which the goods are sold. The goods ഒരു ഉൽപ്പന്നം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ സെയിൽസിനോട് ഉദ്ദേശിക്കുന്നത്. ഹിയർ സെയിൽസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഡിറ്റർമിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ലാഭത്തെയും നഷ്ടത്തെയും കൺസിഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് സെയിൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇഫ് സെയിൽസ് ഈസ് എക്സീഡ് ദി കോസ്റ്റ് ഓഫ് സെയിൽസ്, എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നോടം വരെയുള്ള കോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ആ ഒരു കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ സാധിക്കും, ആ ഡിഫറൻസിനെ പ്രോഫിറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ സാധിക്കും, അവിടെ ലോസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വി ആർ ഡിസ്കസിങ് ദ കമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, പ്രൈം കോസ്റ്റ്. The prime cost means
the sum total of direct material, direct labor and direct expenses. Then the second element is that work cost or factory cost, then the prime cost plus factory overhead, means work cost or factory or production cost. Then we are get work cost. Then the third element is that cost of production or office cost. By adding work cost plus office and administrative overhead, the expense including the day-to-day performance or management of organizations, that office and administrative overhead plus work cost, we can get the cost of production or office cost. Then cost of production plus selling and distribution overhead, then we get cost of sales or total cost. And then cost of sales plus sales selling price, then the difference may be profit or loss. If selling price is higher than cost of sales, is profit, then the selling price is less than cost of sales, loss. And the components is that prime cost, work cost, cost of production, then cost of sales and sales. Okay. Then next, the detailed format of cost sheet. The cost sheet is preparing on the basis of statement format. Then the heading is that the cost sheet for the period is to be mentioned. Then number of units should be mentioned. Okay. Then tabular ഫോമാറ്റിലാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയാണ്. Then first previous year, then components of cost, then total cost, then per unit cost. Okay, the first element is direct material, then direct labor, then direct expenses. Okay, the sum total of direct material plus direct labor plus direct expense is that first element is prime cost. Okay, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ എടുക്കുക. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിരിക്കും. അതിൻ്റെ സം ടോട്ടൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പ്രൈം കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ പ്രൈം കോസ്റ്റിനോടൊപ്പം തന്നെ ആഡ് ഫാക്ടറി ഓവർഹെഡ്. എന്താണ്? ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും, എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എക്സ്പെൻസുകളും, എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ എക്സ്പെൻസുകളും, അതായത് ഫാക്ടറിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്ടറി ഓവർഹെഡിനെയും ഈ പ്രൈം കോസ്റ്റിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോസ്റ്റാണ് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ എന്താണ്? ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഒരു ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ വർക്ക് കോസ്റ്റിന് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എലമെൻ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഓർഗനൈസേഷനിൽ ക്വസ്റ്റിൻ്റെ അകത്ത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം തന്നെ എന്താണ്? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ്? നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം ആഡ് ചെയ്യുക. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതിൽ നിന്നാണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കും. ദെൻ ആ വാല്യൂവിൻ്റെ കൂടെ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതൊരു പ്രോഡക്റ്റ് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് സെയിൽസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെൻസുകളെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഹെഡിൽ പെടുത്തുക. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻറ്റിന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ആസ് കമ്പയറിങ്, ഫൈനലി കമ്പയറിങ് cost of sales and sales, and the difference is that profit or loss. Then here the cost of sales is less than selling price, or the sale price is more than cost of sales is profit. Then the cost of sales is more than sales, the difference is loss. ഇതാണ് പ്രധാനമായിട്ടും ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ
നമ്മൾ ഈ 5th മോഡ്യൂളിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ആൻഡ് ദ കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് the detailed information regarding the cost incurred for manufacturing a product or rendering services, and the cost or expense is systematically recording on statement. This statement is also known as cost sheet. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റുകളെ വിവിധ ഹെഡുകളിലായിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ന് പറയാൻ സാധിക്കും, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. Then the cost, we can see the cost sheet has a number of components. Then prime cost, the prime cost involves direct material cost, direct labor cost, direct expense. Then the second component is the factory cost. Third, cost of production. Fourth one, cost of goods sold. Then fifth one, cost of sales. And finally sales. പിന്നെ നമ്മൾ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, കോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ 5th ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്നും അതിൻ്റെ കമ്പോണൻറ്റ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.